എല്ലാരും ഇന്നലെ ഓണത്തിന് പച്ചക്കറിയൊക്കെ ആയിരിക്കും വെച്ചേക്കണേ എന്നാ പിന്നെ രണ്ടാം ഓണത്തിന് ബീഫ് കറിയും മീനൊക്കെ അങ്ങോട്ട് വെച്ച് കാച്ചി കൊടുത്താലോ അല്ലേ. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ ഉണ്ടാക്കിയ ബീഫ് കറിയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കട തുറന്നിട്ടില്ല, ഇനി എന്തായാലും 31-ാം തീയതി തുറക്കോളൂ. ഒന്നാമത്തെ ആൾക്കാർ കുറവാണ്, എല്ലാവരും സെലിബ്രേഷന്റെ പുറകെയൊക്കെ അല്ലേ. പിന്നെ കടയിൽ കുറച്ച് ഈ മെയിൻ്റനൻസ് പണിയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് 31-ാം തീയതി തിങ്കളാഴ്ച അങ്ങോട്ട് തുറക്കാന്ന് ഓർത്ത് അപ്പം ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കിക്കോട്ടെ ഇന്നെല്ലാവരും. ബീഫ് കറി ഉണ്ടാക്കുമ്പോഴേ കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ബീഫ് കറിക്ക് കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം 2 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കാൻ പോണത്. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പം എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മൾ ഇതിലേക്ക് ഒരു 4 വലിയ സവാള അരിഞ്ഞതും കൂടി ഇട്ടുള്ളത്. സവാളക്ക് ഓരോ ഉള്ളിയൊക്കെ ഇട്ടിട്ടും ചെയ്യുക. ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് കറിയുടെ വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള ഇട്ടിട്ട് ചെയ്യണമെന്നുള്ള കേട്ടോ. അപ്പോൾ അതേ സവാളയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണുണ്ട്. സവാള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് വഴറ്റിയാലോ, അതല്ലേ നല്ലത് എന്നോർത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, ഒരു തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ അത് തക്കാളി എന്ന് വെച്ചാൽ ഇച്ചിരി അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നു കേട്ടോ. ഒരു 5-6 പച്ചമുളക് അരിഞ്ഞതും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും സവാള നന്നായിട്ട് വഴണ്ടിട്ടാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇടണേന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇങ്ങനെയും ചെയ്യും, എല്ലാ സൈസും ചെയ്യും കേട്ടോ. എങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ കറി കടയിൽ കൊടുക്കൂലല്ലോ, ടേസ്റ്റോട് കൂടി തന്നെയാണ് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തത്. പിന്നെ ഇതൊക്കെ നന്നായിട്ട് ഇതേപോലെ വഴണ്ടി വന്നേക്കണണ്ട. അത് വന്നപ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചേക്കണ ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കേട്ടോ, നമ്മളുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കടയിൽ കഴിക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ കട മുടക്കാണ്, അതുകൊണ്ടിട്ട് 31-ാം തീയതി ആകുമ്പോൾ കട തുറക്കുള്ളൂ. ആ ഒരു ടൈമിലൊക്കെ വന്നാൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആള് കുറവായിരുന്നു, എല്ലാവരും ഓണത്തിൻ്റെ പുറകെയല്ലേ. അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്തിനാ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ സാധനം വേസ്റ്റ് ആക്കണത്, എല്ലാം കഴിഞ്ഞിട്ട് 31-ാം തീയതി അങ്ങാട് തുറക്കാം എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. വേവിക്കാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, എന്താ പറയണ. അപ്പം നമ്മൾ തേങ്ങ വറുത്തിട്ടുള്ള ബീഫ് കറിയാണ് വെക്കണം. അതിനായിട്ട് ഞാനില്ലേ എരിവുള്ള മുളകും കാശ്മീരി മുളകും കൂടി സെയിം അപ്പോൾ 20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണ് പച്ചമല്ലിയും 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഉണ്ട്, അതും 1 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് ഈ മല്ലിയും മുളകൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാൻ ഇപ്പം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ തേങ്ങയും മല്ലിയും മുളകും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വറുത്ത് വരും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തേക്കണത്. ഞാൻ ഈ കുരുമുളകൊന്നും മേടിച്ച് വെക്കില്ല, കുരുമുളക് പൊടിയായി മേടിച്ച് വേണം. അപ്പോൾ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഈ തേങ്ങയൊക്കെ വറുത്തില്ല, ആ ഒരു ടൈമിൽ വറുക്കാട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി അതുകൊണ്ടിട്ട് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കണേട്ടാ. ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാണ്ടാണ് ഇതൊക്കെ വറുത്തെടുത്തത്. പിന്നെ അതേപോലെ ഇത് പൊടിക്കാൻ നേരത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പേസ്റ്റ് രൂപത്തിലല്ല നമ്മൾ ചെയ്യാൻ പോണത്, പൊടിച്ചാണ് എടുക്കണത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്താണെന്ന് നോക്കട്ടെ കേട്ടോ. നോക്കുമ്പോഴേ ബീഫൊക്കെ എല്ലാം കറക്റ്റായിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു മസാല വറുത്ത് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലാക്കി വെക്കണമെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ പിന്നെ കടലക്കറിയോ മസാലക്കറി ഏത് കറി വെക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ആ ഒരു ബീഫിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയില്ലേ, ആ ഒരു രീതിയിലായിരിക്കും. അതായത് ഈ നാട്ടും പ്രദേശത്തൊക്കെ വെക്കൂലേ, നെയ്ച്ചോറിനൊക്കെ വെക്കണം, ആ ഒരു ടേസ്റ്റിലായിരിക്കും കേട്ടോ ബീഫ് കറി കിട്ടണത്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോഴേ ഇങ്ങനെ കുക്കറിലിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്കിതൊന്ന് ഉരുളിയിലിട്ട് അങ്ങോട്ട് തട്ടിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരുമ്പോഴേ നമുക്കും ഒരു തൃപ്തി, നിങ്ങൾക്കും കാണുമ്പോൾ ഒരു സന്തോഷം. എന്നാൽ പിന്നെ ഉരുളിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ബാക്കി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, ഇച്ചിരി കോളോ ഉപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മുകളിൽ മല്ലിയില ഇടാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഒന്നും മല്ലിയില ഇടൂലായിരുന്നു ബീഫിൽ, പിന്നെയാണ് ബീഫിൽ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനെ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ് ഇവിടെ റെഡി ആക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.